സിനിമാ ബ്രാൻഡിൽ നിന്ന് കൂടെ ഉള്ളത് കേരള ക്രൈം ഫയൽസ് സീസൺ 2 കാസ്റ്റ് ആണ്. ഇതിൽ സഞ്ജുവിന്റെ ക്യാരക്ടറിന് ഒരു പ്രൊമോഷൻ ഒക്കെ കിട്ടിയതിൽ SI ആയിട്ടൊക്കെ അല്ലേ? പ്രൊമോഷൻ കിട്ടിയില്ല. ഇതിൽ ലെയറുണ്ട് എഴുതിയിരിക്കുന്ന ബാബുലാണ് കിഷ്കിന്ദകാണ്ഡത്തിന്റെ റൈറ്ററായിട്ട് എഴുതിയിരിക്കുന്നത്. ഈ വെറുതെ നിൽക്കുന്ന ആൾക്ക് പോലും പുള്ളി ഒരു ബാക്ക് സ്റ്റോറിയും ഒരു ലെയറും ഉണ്ടാക്കാറുണ്ട്. പറയാം ഡയറക്ടർ സാറ് പോലെ നവാസ് ഹോട്ട്സ്റ്റാറിൽ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നുകൂടി ഒന്ന് സീരിയസ് ആക്കി എടുക്കണം. അങ്ങനെ സീസൺ 2 ഞാൻ വേറെ തന്നെ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റില് അത്ര സീരിയസ് ആയില്ലേ? ഫസ്റ്റിൽ അത് മതി തന്നെ, അത്ര സീരിയസ് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത്ര ചെയ്തത്. സീസൺ 2 ഒന്നുകൂടി നിങ്ങൾ ചിരിക്കല്ലേ, നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരാൾ കാര്യം പറയുമ്പോൾ. ക്രൈം ഫയൽസ് സീസൺ 2 in one word. സ്ലോ പോയിസൺ. സമയം കിട്ടിയില്ലേ? ഫസ്റ്റ് ഇതാ പോലീസ് റോൾ. അപ്പൊ ഞാൻ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് യൂണിഫോം എടുത്തു. ഞാൻ അണ്ടർസ്റ്റാൻഡിങ് ആണ് റിയൽ ലൈഫിലും, പക്ഷെ എങ്കിലും കുറച്ചും കൂടി ഇതിൽ സ്റ്റെഫിയെ പോലെ ഭർത്താവിനെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. റിയൽ ലൈഫിൽ അങ്ങനെ റിയൽ ലൈഫിലാണ്, പക്ഷെ കുറച്ചധികം വേണമെങ്കിൽ ശ്രമിക്കാം. ഇവിടെ നിന്ന് വേണം എടുക്കാം. ജീപ്പിന്റെ ഡോർ അറിയാലോ, ഭയങ്കര കട്ടിയാണ്, മൂപ്പറ കാല് മുറിഞ്ഞ് അപ്പം മറ്റേ ഇത് ചോര വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് ശ്രദ്ധിച്ച് എനിക്ക് ചടപ്പ് നമസ്കാരം പൊക്കോളാൻ പറഞ്ഞിട്ട് പുള്ളി അതും വെച്ചുകൊണ്ടിരുന്ന് എനിക്ക് അതിന് ടേക്ക് തന്നു മൊത്തം സെഷൻ. അതൊന്നുമല്ല, ഒരു 3 ടേക്ക് പോയി അതൊരു മൊത്തം പുള്ളി, കാരണം ഒരു വലിയ ടേക്ക് ആയിരുന്നു. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. താങ്ക് യു നമസ്. സിനിമാ ബ്രാൻഡിൽ നിന്ന് കൂടെ ഉള്ളത് കേരള ക്രൈം ഫയൽസ് സീസൺ 2 കാസ്റ്റ് ആണ്. വെൽക്കം. താങ്ക് യു. ഇപ്പൊ സീസൺ 1 വലിയൊരു സക്സസ് കഴിഞ്ഞിട്ട് സീസൺ 2 നമ്മളിലേക്ക് എത്താൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ സീസൺ 1 നിന്നും എത്രത്തോളം ഡിഫറെന്റ് ആയിരിക്കും സീസൺ 2? ഫസ്റ്റിലുണ്ടായിരുന്നവരെന്നാ പറഞ്ഞോളൂ. ഫസ്റ്റ് സീസണിൽ എനിക്ക് തോന്നുന്ന ക്യാരക്ടർ പോലീസിന്റെ ഒരു സോഫ്റ്റ് സൈഡ്, ക്യാരക്ടേഴ്സിന്റെ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് സൈഡ് പോയിരുന്നൊരു സീസൺ ആയിരുന്നു. കേസ് അന്വേഷണം ഉണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് സീസൺ എനിക്ക് തോന്നുന്നു ക്യാൻവാസ് വെച്ച് കുറച്ചും കൂടെ വലുതാണ്. പിന്നെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ക്യാരക്ടേഴ്സും കൂടെ ഈ കുറച്ചുകൂടെ ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു റോ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സെക്കൻഡ് സീസൺ. ഒരു പോലീസുകാരൻ്റെ തന്നെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നതാണ് സെക്കൻഡ് സീസൺ. അത് അർജുനാണ് ലീഡ് ചെയ്യുന്നത്. നോബിൾ ക്യാരക്ടറാണ് അർജുൻ. നോബിള് പുതിയ ഈ എന്താ യൂണിവേഴ്സിൽ പുതിയ ന്യൂ ക്യാരക്ടറാണ്. പുള്ളി ഒരു വോളിബോൾ കളിച്ച് സ്പോർട്സ് കോട്ടയിൽ വന്ന ഒരു പോലീസ് ഓഫീസറാണ്. സോ അവിടെ വന്ന് ഈ കണിയാറുല പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ അമ്പിളി രാജു എന്ന് പറഞ്ഞ ഒരു CPO മിസ്സിംഗ് ആണ്, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുള്ളിയെ പുള്ളി എവിടെയാണെന്ന് എന്തായി അതിനെ കുറിച്ചാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. അപ്പം നമ്മൾ തുടങ്ങുന്നത്. അത് മാത്രമല്ല കുറേ സബ്പ്ലോട്ട്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതില് അർജുന്റെ ക്യാരക്ടറിന്റെ ഫസ്റ്റ് കേസ് ആണോ ഇത് വരുന്നത്? ഓ, അതുകൊണ്ടാണ് മറ്റേ ഡയലോഗ് ട്രെയിലറിൽ ഏതാ? അതെ അതെ അതെ. ഇതിൽ സഞ്ജുവിന്റെ ക്യാരക്ടറിന് ഒരു പ്രൊമോഷൻ ഒക്കെ കിട്ടിയതിൽ SI ആയിട്ടൊക്കെ അല്ലേ വരുന്നത്? താങ്ക് യു. പ്രൊമോഷൻ കിട്ടിയില്ല. പ്രൊമോഷൻ അതിൽ തന്നെ ഇരിക്കല്ലേ? അല്ല, ഇത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഇപ്പം മറ്റേത് ഒരു 2013 നടക്കുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. ഇത് 10 years കഴിഞ്ഞിട്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട്. ശരിക്കും നോബിൾ ലീഡ് ചെയ്യുന്ന ഒരു കേസിലേക്ക് ഞങ്ങൾ പഴയ സീസണിലുള്ള ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യണം, കേസിൻ്റെ ഓരോ പോയിന്റിൽ. അതാണ് ബാക്കി കൂടുതൽ സഞ്ജു അതിനുവേണ്ടി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് പറഞ്ഞോ? അമ്മതൊക്കെ പറഞ്ഞായിരുന്നു. ഇതിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടെ കുറച്ചുകൂടെ പുതിയതായിട്ട് കേസിൽ ജോയിൻ ചെയ്ത ഒരു പോലീസുകാരൻ്റെ ഒരു ചുറുചുറുക്കും ആ ഒരു ഫിറ്റ്നസ് ഒക്കെ വേണം. പക്ഷെ ഇത് ഓവർ ടൈം ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ഈസിനെസ് ആകാം, കുറച്ച് ഈസി ആകാം, അത് ഫിസിക്കലി കാണണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. അഭിനയത്തില് അഭിനയത്തിൽ പിടിച്ചിട്ടുണ്ട്. അല്ല, നവാസിക്കയിലോട്ട് വരാം. നവാസിക്കയുടെ ക്യാരക്ടറിന് എന്തൊക്കെ ചേഞ്ചസാ വരുന്നത്? എങ്ങനെ ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചസ്? അഹമ്മദ് വന്നു വെച്ചാൽ സീസൺ 1 പെർഫോമൻസ് അത് തന്നെ മതിയാണ്, അതിന് ഓക്കെ ആയിരുന്നു. ഒന്നും മാറ്റണ്ട. സീസൺ 1 കണ്ടിരുന്നു. അപ്പോൾ ആ പെർഫോമൻസ് തന്നെ മതി എന്ന് പറഞ്ഞു. ഞാൻ അതിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഷോട്ടാണ് വെബ് സീരീസിൻ്റെ എൻ്റെ ഷൂട്ടാണ് തീരുക. അന്ന് അങ്ങോട്ട് നിന്നാണ് എന്നെ കെട്ടിപ്പിടിച്ചിട്ടായിരുന്നു ചെയ്തത്. നവാസ് രക്ഷയില്ല, അടിപൊളിയായിട്ടിരുന്നു. അല്ല, ഇത് മാത്രം റീല് കട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം.
ഓക്കെ, അപ്പൊ നൂറിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ഇതിലിപ്പം ഫസ്റ്റ് ആണല്ലോ, ഫസ്റ്റ് സീസണിലില്ലായിരുന്നു, സെക്കൻഡ് സീസണിൽ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാണല്ലോ. ഞാൻ അർജുൻ പ്ലേ നോബൽ എന്നാണ് ക്യാരക്ടറിന്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത്, സ്റ്റെഫി എന്ന് പറഞ്ഞൊരു. ഇവരെല്ലാവരും ഇൻവെസ്റ്റിഗേഷന്റെ പിറകെ, ഞാൻ ഇപ്പുറത്ത് നമ്മൾ വേറെ ഒരു ഫാമിലി ഒരു സൈഡിൽ കൂടെ പോകുന്നൊരു ചെറിയ പരിപാടിയാണ് ഞാനതിൽ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഇമോഷണൽ എന്തൊക്കെയോ ട്രെയിലർ കണ്ടപ്പോ അങ്ങനെ എന്തുവാണ് തോന്നിയത്? കുറച്ച് ഇപ്പം ഒരു നമ്മുടെ കൂടുതലും ഈ ഒരു ഹസ്ബൻഡ് വൈഫ് ബോണ്ടിന് ബേസിലുള്ള സംഭവമാണ് കൂടുതലുള്ളത്. അപ്പൊ അതിലുണ്ടാവുന്ന ഒരു ഇമോഷണൽ വൾനറബിലിറ്റിയാണ് ഉള്ളത്. രഞ്ജിത്തിന്റെ ക്യാരക്ടർ ഈ സൈഡിൽ ഇരിക്കുന്നതെല്ലാം പുതിയതല്ലേ? ഞാൻ ആക്ച്വലി എൻ്റെ ക്യാരക്ടർ പ്രവീൺ എന്നാണ്. ഞാൻ അർജുൻ്റെ കൂടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പോലീസുകാരനാണ്. സാധാരണ എല്ലാ സിനിമയിലും ഈ കൂടെ നടക്കുന്ന ആൾക്ക് വലുതായിട്ട് പറയാൻ, സാർ അവിടെ പോയി, അവിടെ ഇല്ല, അവിടെ ബോഡി ഉണ്ട്, അങ്ങനെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിൽ ലെയറുണ്ട്. ബേസിക്കലി എഴുതിയിരിക്കുന്നത് ബാബുലാണ്, കിഷ്കിന്ധകർണത്തിന്റെ റൈറ്ററായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ വെറുതെ നിൽക്കുന്ന ആൾക്ക് പോലും പുള്ളി ഒരു ബാക്ക് സ്റ്റോറിയും ഒരു ലെയറും ഉണ്ടാക്കാറുണ്ട്. അത് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സാധനമാണ്. അതായത് മൊത്തം ടെക്നിക്കൽ ക്രൂ, ബാബുലാണെങ്കിലും അഹമ്മദാണെങ്കിലും സ്റ്റാൻസ് ആണെങ്കിലും ക്യാമറ, നാഷണൽ അവാർഡ് വിന്നിംഗ് എഡിറ്റർ, നാഷണൽ അവാർഡ് വിന്നിംഗ് എഡിറ്റർ മഹേഷ്, ഒരു വലിയ ടെക്നിക്കൽ ക്രൂ ആണ് ബേസിക്കലി. നമ്മളവിടെ നിന്ന് മ്യൂസിക്കാണ് എല്ലാവരും. ഇതാണ് ബേസിക്കലി. ഇപ്പം ഭാര്യയാണ് എങ്കിലും കൂടുതൽ നടക്കുന്ന ഞാനാണെന്ന് തോന്നുന്നു. കോമ്പിനേഷൻ സീൻസ് അർജുനുമായിട്ടാണ്. പക്ഷെ എനിക്ക് നവാസിയായിട്ട് കോമ്പിനേഷൻ സീനുണ്ട്, സഞ്ജുവായിട്ട് കോമ്പിനേഷൻ സീനുണ്ട്. എല്ലാവരും എന്തൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. എല്ലാരും എനിക്കൊന്ന് നവാസിക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കളിയാക്കുന്ന പോലെ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. മൈക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ശരിക്കും ഭയങ്കര പേടിയാണ്. സഞ്ജോ ഡയലോഗ് തെറ്റിപ്പിക്കുന്നതാക്കുക. പക്ഷെ കഴിവുള്ളവർ കയറി പോകും. ഞാൻ എന്റെ വിശ്വസിക്കുന്നതാണ്. വീഡിയോ തെളിവുണ്ട് പുള്ളി തെറ്റിക്കാൻ നോക്കുന്നത്. അതായത് പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്ത ഷോട്ടിൽ സാക്ഷ്യം വരുമ്പോഴേക്കും പുള്ളി കൊഞ്ഞ കുത്തും. അതായത് നിങ്ങളുടെ കോമ്പിനേഷൻ സീൻസിലോ? അതായത് സഞ്ജുവിന്റെ കൗണ്ടർ സീൻ എടുക്കുമ്പോ കൊഞ്ഞണം കുത്തും. അതപ്പോ അഭിനയിക്കുന്നതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തോ? അത് ADC വീഡിയോ എടുത്തു. ഇവിടെ AD തെളിവുണ്ട്. പച്ച കളവാണ്. എന്താ അപ്പൊ സത്യാവസ്ഥ? സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ പാവം അടിപൊളി. നമ്മളെ ഫസ്റ്റ് സീൻ ഇതിലുള്ള വെബ് സീരീസിന്റെ ഫസ്റ്റ് നമ്മൾ രണ്ടാളെ പെർഫോമൻസ് എടുത്ത് കുറെ ആൾക്കാർ പത്രത്തിൽ ഇതൊക്കെ വന്നിരുന്നു. പത്രത്തില് കുറെ റീൽസ് ഒക്കെ വന്നിരുന്നു. ഒരുപാട് ആൾക്കാരെ വിളിച്ചല്ലോ. ഇന്ത്യയിൽ പുറത്തുനിന്ന് കുറെ ആൾക്കാരെ വിളിച്ച നല്ല അഭിപ്രായം പറഞ്ഞു. ഞാനിപ്പോൾ അടുത്ത് ഖത്തറിൽ പോയിരുന്നു. അൻപോട് കൺമണി എന്ന പടത്തിന്റെ ഒരു പ്രൊമോഷൻ. അപ്പൊ ഖത്തറിൽ എയർപോർട്ടിൽ നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ എന്നെ അങ്ങനെ നോക്കുക. അപ്പൊ എനിക്ക് പേടിയായി. ഇനി പാസ്പോർട്ടിൽ എന്തെങ്കിലും എന്തോ പ്രശ്നമാണോ എല്ലാവരും വേജാറാണ്. എയർപോർട്ടിൽ നിൽക്കുമ്പോൾ അയാൾ കുറേ നേരം നോക്കുമ്പോൾ ഞാൻ ആശിക്കാതെ പേടിയായി. പിന്നെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇംഗ്ലീഷ് എന്തോ ചോദിച്ചു. ഞാൻ ആകെ വേജാറായി. അപ്പം JP ഉണ്ട്, GP ഇല്ലേ, ഓരോട് വന്നു എന്താ സർപ്രസ് എന്ന് ചോദിച്ചു. അപ്പൊ ഓനോട് എന്താ ഇംഗ്ലീഷ് പറഞ്ഞു. എടാ നീ മറ്റേ വെബ് സീരീസിലുള്ള ആളെല്ലാം ചോദിക്കുന്നത്. അപ്പൊ അവിടെ എത്തി നമ്മളെ വെബ് സീരീസ്. അതെ അതെ. അല്ല ഞാനത് അത് ശരിക്കും പറഞ്ഞാണോ? എനിക്ക് അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ വിചാരിച്ചു വെബ് സീരീസ് ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ഖത്തറിൽ ഇംഗ്ലീഷുകാരൻ വരെ കണ്ട്. എന്നിട്ട് അഹമ്മദ് വോയിസ് അയച്ചു ഇങ്ങനെ സംഭവം ഉണ്ടായി. അഹമ്മദ് ഹോട്ട്സ്റ്റാറിൽ സീരിയസ് ആയിട്ട് പോരാട്ടോ. ഇത് പാളി പക്ഷെ കുഴപ്പമില്ല പറഞ്ഞു. അന്ന് ഇതേ രീതിയിൽ തന്നെ ആയിരുന്നു പറഞ്ഞ. കള്ളം പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുമ്പോ ഒരേപോലെ വരില്ല. അല്ല ശരിക്കും നമ്മളിതിന്റെ റീച്ചിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് വെബ് സീരീസ് ആണെന്ന് പറഞ്ഞപ്പോ അപ്പൊ പുള്ളി ആ സമയത്ത് ഇത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ ഏതോ ഷൂട്ടിന് പോയപ്പോയിരുന്നു. അപ്പൊ അതിനകത്ത് പരിപാടി ഖത്തറിലും കൂടെ പുള്ളി വേറെ എന്തോ അതിന് ശേഷം പോയപ്പോ പുള്ളി പറഞ്ഞായിരുന്നു. നമ്മളല്ല ഉള്ള അതല്ല ഈ ഹോട്ട്സ്റ്റാറിന്റെ ഒരു പോലെ ഡയറക്ടർ സാറ് പോലെ ഹോട്ട്സ്റ്റാറിന് എല്ലാവരും കാണുന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഒന്നുകൂടി സീരിയസ് ആക്കി എടുക്കണം. അങ്ങനെ സീസൺ 2 ഞാൻ വേറെ തന്നെ ഒരു പെർഫോമൻസ് കാര്യം വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റില് അത്ര സീരിയസ് ആയില്ലേ? അത് മതി തന്നെ, സീരിയസ് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. സീസൺ 2 ഒന്നുകൂടി നിങ്ങൾ ചിരിക്കല്ലേ, സീരിയസ് ആക്കി ഓക്കെയാണ്. അപ്പം ഇത് വെബ്സൈറ്റ് കണ്ട ആളുകളുണ്ട്, അവരെന്നെ വിളിച്ചിട്ട് രാത്രി കുറെ സംസാരിച്ചു. എല്ലാവരും അർജുനെ പറ്റി കുറെ സംസാരിച്ചു, മൂവിന് ഓനെ പറ്റിയിട്ട് ഇവനെ പറ്റി
ഒന്നുകൂടി നന്നാവാണ്ട് ഇതിപ്പോ എസ് ആയിട്ട് പ്രൊമോഷനൊക്കെ കിട്ടിയില്ലേ? അതിന്റെ അഹങ്കാരം ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് തന്നെ കുറച്ച് അറിയട്ടെ. ഇതിപ്പം ഇപ്പൊ പറഞ്ഞില്ലേ ഫസ്റ്റ് സീസണ് കിട്ടിയ ആ ഒരു റീച്ച് ഉണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിന് പുറത്തും ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തി. അപ്പൊ സെക്കൻഡിലേക്കുള്ള ഒരു കോള് വന്നപ്പം എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്? എക്സൈറ്റഡ് അല്ല, ഇതെൻ്റെ ഒരു ഫസ്റ്റ് ആയിട്ടൊരു ലീഡ് പരിപാടിയാണ്. സോ അഹമ്മദ് വന്നത് നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി യെസ് പറഞ്ഞു. സ്ക്രിപ്റ്റും ഇഷ്ടപ്പെട്ടു, വേറെ ഒന്നുമില്ല. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നമ്മളിങ്ങനെ ഇവരുടെ കൂടെ ഉള്ളതാണ്. അപ്പം ബിഹൈൻഡ് ദ ക്യാം എപ്പോഴും നമ്മൾ ഈ വണ്ണിൻ്റെ പരിപാടികളായിക്കോട്ടെ, എൻ്റെ റിലീസ് ആയിക്കോട്ടെ, അതിൻ്റെ ഈ പറഞ്ഞ കണക്ക് ഹാപ്പിനെസ് എല്ലാവരും ഷെയർ ചെയ്യുന്ന ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളും ഭാഗമാവാറുണ്ട്. അത് കഴിഞ്ഞ് 2 വന്നപ്പോഴും അഹമ്മദ്ക്ക് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം, ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു പ്രോപ്പർ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കിയാലോ എന്നാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലിയുടെ കൂടെ വീണ്ടും ചെയ്യാന്നുള്ള സംഭവമാണ്. നോക്കുന്നു, ലൈക്ക് ഫോളോ ചെയ്യുന്ന എന്തായാലും ഇത് അടിപൊളിയാവും. ഈ പറഞ്ഞ കണക്ക് നമസ്കാര ഖത്തറില് അടിപൊളി ചെയ്തിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഖത്തറിന്ന് എവിടെന്നെങ്കിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പിടിച്ചെടുത്ത് ചോദിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമസ്കാർ കിട്ടിയ ഒരു ഭാഗ്യം അല്ലേ? ഇവർക്ക് രണ്ടാക്കും നന്നായി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും സോറി, 3 പേര്. നീ കുറച്ചുകൂടി കേറിയിരിക്കും. കണ്ടില്ല. രഞ്ജിത്ത് ഈ പറഞ്ഞ പോലെ വണ്ണിന്റെ ബാക്കിൽ ഞാൻ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല AK എന്നെ വിളിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു ക്യാരക്ടർ. ഡെഫിനറ്റ്ലി എക്സൈറ്റഡ് ആണ്. കാരണം ടെക്നിക്കൽ ക്രൂ തന്നെയാണ് അതിൻ്റെ അട്രാക്ഷൻ. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം കിഷ്കിന്ദകാണ്ട് ഇറങ്ങിയിട്ടില്ല ആ സമയത്ത്. കിഷ്കിന്ദകാണ്ട് ഇറങ്ങുന്നതിന് മുന്നെയാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് 1.5 സ്ക്രിപ്റ്റായിരുന്നു. ഭയങ്കര രസമായിട്ട് എഴുതിയിരിക്കുന്നത്. ഈ ബാബുവിൻ്റെ സ്ക്രിപ്റ്റ് ബേസിക്കലി നമുക്ക് സിനിമ കാണുന്ന എഫക്റ്റ്, ഇല അനങ്ങുന്ന വരെ എഴുതി വെച്ചിട്ടുണ്ടോ അതിനകത്ത്. അതൊന്നും മാറ്റാനും പറ്റില്ല. ഇപ്പം ബേസിക്കലി നമ്മൾ തോന്നുന്നത് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ, ഇതെങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു, ഇത്ര എഴുതിയിട്ടുണ്ട്. പക്ഷെ ഷൂട്ട് ചെയ്ത് അതിനും അടിപൊളിയായിട്ടാണ്, അതിന് മേളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ എക്സൈറ്റഡ് ആയിരുന്നു മൊത്തത്തിൽ. ഇത് ഫസ്റ്റിനെ സംബന്ധിച്ചോളം എനിക്കൊന്ന് കുറച്ച് കേരളത്തിന് പുറത്തോട്ടുള്ളൊരു കുറച്ചും കൂടെ ആഡ് ഓൺസ് ഉണ്ടല്ലോ, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഫസ്റ്റ് സെക്കൻഡ് അതിന്റെ മുകളിൽ പോകും. അത് പോയി അല്ല, ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡിൻ്റെ ക്യാൻവാസ് വലുതാണ്. ലൊക്കേഷൻസിലെ കാര്യത്തിലാണെങ്കിലും ഈവൻ അതിൻ്റെ സൈസ് എല്ലാം മൊത്തത്തിൽ വലുതാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെബ് സീരീസ് ആയിരിക്കും. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇപ്പം നമ്മൾ ഈ കുറച്ചും കൂടെ ഔട്ട്സൈഡ് കേരള ഓഡിയൻസിനും കൂടെ ബേസിക്കലി റീച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല. പറ്റില്ല. ഡിഫറെന്റ്. ഇത് കുറച്ചുകൂടെ സ്ലോ പോയിസൺ ആണ്, പതുക്കെ കയറുന്ന ഒരു സാധനമാണ്. ഈ സ്റ്റോറിൽ കുറച്ചും കൂടെ സബ് പ്ലോട്ട്സ് ഉണ്ട്. ഫസ്റ്റ് സീസൺ പോലെ അല്ല, കുറച്ചും കൂടെ വലിയ കഥ. ഇപ്പം ഈ ഫസ്റ്റ് ടൈമാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു, ലീഡ് ക്യാരക്ടർ, അതൊരു വെബ് സീരീസ്. സോ അതെങ്ങനെയായിരുന്നു? ഇപ്പം ഒരു ആക്ടർ ആവാനായിട്ട് തന്നെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാള് ആണല്ലോ. അതെ. അപ്പൊ അതിൽ എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പൊ ഫസ്റ്റ് ടൈം ലീഡ് ചെയ്യുന്നത് ഒരു വെബ് സീരീസ്. ഇപ്പം സിനിമ വെബ് സീരീസ് ഇപ്പൊ എല്ലാവരും ഒരേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സിനിമയുടെ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇപ്പൊ വെബ് സീരീസ് വരുന്നത്. സിനിമ കുറച്ചും കൂടെ വേറൊരു ലെവലിലാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഡെഫിനറ്റ്ലി. 2 ഡിഫറെൻറ്റ് സ്പേസ് ആണ് നമ്മുടെ, എസ്പെഷ്യലി ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ആഘോഷിക്കുന്ന സിനിമയാണ് കൂടുതൽ ആഘോഷിക്കുന്നത്. സോ ആ ലെവൽ വന്ന് കമ്പയർ ചെയ്തിട്ട് പ്രയോജനമില്ല. സീരീസ് സെപ്പറേറ്റ്. പക്ഷേ പിന്നെ ഇവിടെ കേരളത്തിലൊരു 4-5 സീരീസിൽ വന്നിട്ടുള്ളൂ. സോ ഇതൊരു പുതിയ സ്പേസ് ആണ് ഇവിടെ കേരളത്തിൽ. സോ സിനിമ സ്റ്റിൽ അതിൻ്റെ ഒരു പൊസിഷനിങ് വേറെയാണ് നമ്മുടെ നാട്ടിൽ. സോ ആ കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടെ എക്സ്പെരിമെന്റ് ചെയ്യാം. എക്സ്പെരിമെന്റ് ചെയ്യാം, അതിൻ്റെ സ്കോപ്പ് എല്ലാം ഉണ്ട്. പിന്നെ മാർക്കറ്റിൻ്റെ പ്രഷറൊന്നുമില്ല. സോറി, ചോദ്യം എന്തായിരുന്നു? മാസ് ഓഡിയൻസ് കുറച്ചും കൂടെ തിയേറ്ററിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ്. അല്ല, OTTക്ക് പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ, എല്ലാ ആൾക്കാർക്കും കാണാൻ കുറച്ചും കൂടെ ആക്സസിബിൾ ആണല്ലോ. അത് അതിൻ്റെ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണെന്നുള്ളതാണ്. അതെ, അതൊരു ഗ്രോയിങ് സ്റ്റേജിലാണ്. നമ്മളിപ്പോൾ ഒരു 4-5 സീരീസിലേ ആയിട്ടുള്ളൂ ഇവിടെ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് എല്ലാവർക്കും ഒരേപോലെ തന്നെ ആൻസർ പറയാം. ആദ്യം പറയണ അങ്ങനെയൊന്നുമില്ല, കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്ത് നമുക്ക് അപ്പോൾ സീരീസിനെ പറ്റി സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ.
ഈ ഞാൻ ചോദിക്കുന്ന ആൻസേഴ്സ് പക്ഷേ ഫസ്റ്റ് ആൻസർ ഒറ്റ വാക്കിൽ പറയണം, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത് 1 വേർഡിൽ ആൻസർ പറയണം. ഓക്കെ? അല്ല, ഫസ്റ്റ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ മനസ്സിലാകും. നിങ്ങളുടെ ക്യാരക്ടർ ഒറ്റ വാക്കിൽ പറയണം. നോബിൾ. ആ, അങ്ങനെ. ഓക്കെ, എല്ലാവരും മനസ്സിലായില്ല. ക്യാരക്ടർ ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? വൈഫ്. റിപ്പീറ്റ് ഇല്ല കേട്ടോ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ആൻസർ. അല്ല, അത് എന്ത് പറഞ്ഞു? കോൺസ്റ്റബിൾ. ഒന്നുമില്ല. ഞാൻ പിന്നെ വരാം. അവിടെ പാസ്. അയ്യോ, ഫാമിലി മാൻ ഒന്നുകൂടെ മൈക്ക് പറയാമോ? കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഫാമിലി മാൻ. അല്ല, സഞ്ജുയുടെ ക്യാരക്ടർ മറ്റേ പുതിയ ഇൻഫർമേഷൻ ആയിട്ട് വരുമോ? ഇനി വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. മറന്നില്ലല്ലേ? എന്ത് പറയാ, സപ്പോർട്ടിങ് ആണ് ഭയങ്കരമായിട്ട് നോബിളിനെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എല്ലാ സിനിമയിലും അവിടെ ബോഡി ഉണ്ട്, സാർ ഇവിടെ പോയി ഓക്കെ സാർ എന്ന് പറയുന്നില്ലേ, ഇതിൽ സാറ് പോലും ഇല്ല. സാറ് പോലും ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ട്. അല്ല, സാധാരണ ഈ ഒരു ഫീൽഡിൽ അങ്ങനെ ഇല്ല. ലൈക് പോലീസ് ഫീൽഡിൽ എപ്പോഴും സാർ നോർമൽ സിനിമയിൽ നമ്മൾ ഇരിക്കുന്നത്, ഞാൻ അവിടെ പോയിരുന്നു സാർ, സാർ അവിടെ വരുന്നു സാർ, ഒരു ഡയലോഗ് തന്നെ 5-6 സാർ വരില്ലേ, അത് ഒന്നും ഇല്ലാതെ ഫിൽട്ടർ ചെയ്താണ്. ഇനി സിനിമ ആണ് നോക്കിയാൽ, അതായത് ഒരു SIയുടെ കൂടെ ഇരിക്കുന്ന ഇൻസ്പെക്ടർ അല്ല കോൺസ്റ്റബിൾ എപ്പോഴും അവിടെ പോയിരുന്നു സാർ, സാർ വരുന്നുണ്ടോ സാർ, ഒരു ഡയലോഗ് തന്നെ 5-6 സാർ ഉണ്ടാവും. റിയൽ ലൈഫിലല്ല, റിയൽ ലൈഫില് അങ്ങനെ അത്രയും സാറ് വിളിക്കുന്നുണ്ടാവില്ല. ഇവര് അതെല്ലാം നോട്ട് ചെയ്തിട്ടാണ്. റിയലിസ്റ്റിക് രീതിയിലല്ല. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പി. അടുത്തത് ക്രൈം ഫയൽസ് സീസൺ 2 in 1 word. ഈ ക്രൈം ഫയൽ സീസൺ 2 ഒറ്റ വാക്കില്. ബിഗ്. നല്ല ഗുണം ജയിക്കും. ആ, ഇത് 3 വാക്കുണ്ട്. തിരിച്ചു വരണം. അല്ല, അവിടെ മൈക്കുണ്ട്. ഗ്രിപ്പിംഗ്. എൻഗേജിങ്. സ്ലോ പോയിസൺ. സ്ലോ പോയിസൺ. ലീഡ് ചെയ്തു, അവിടെ ലീഡ് ചെയ്തു. സമയം കിട്ടിയില്ലേ? ഇതൊരു സ്ലോ ബേൺ കഥയാണ്. പിന്നെ ഫാസ്റ്റ് ആയിട്ട് അങ്ങനത്തെ ഉള്ള ത്രില്ലർ അല്ലേ? അതായത് KCF 1 പോലെ KCF 2 കാണരുത്, അത് ഡിഫറെന്റ് ആണ്. ഇത് ബേസിങ് ഡിഫറെന്റ് ആണ്, കുറെ സബ്പ്ലോട്ട്സ് ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട് സ്റ്റോറിയിൽ. അതായത് 1 കാണാത്തവർക്കും 2 കണക്ട് ആവും അല്ലേ? കണ്ടിന്യൂവേഷൻ അല്ല ഇതിൽ പറയുന്നത്. പക്ഷേ ക്യാരക്ടേഴ്സ് പക്ഷെ ആ കണ്ടിന്യൂഷൻ പോലും അതിനെ ബാധിക്കത്തില്ല. അതിപ്പം കാണാത്ത ഒരാൾക്ക് ടു ഈസി ആയിട്ട് ഇത് ചെയ്യാം. കാരണം ഇത് നോബിളിന്റെ കേസിലേക്ക് ബാക്കി ഒരു സെപ്പറേറ്റ് സ്റ്റോറി ആയിട്ട് തന്നെ കാണാവുന്നതാണ്. 1ന്റെ ട്രീറ്റ്മെന്റ് വേറെയായിരുന്നു, 2ന്റെ ട്രീറ്റ്മെന്റ് വേറെയാണ്. 1ന് കുറച്ച് നല്ലൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 1ന്റെ ഒരു കണ്ടിന്യൂഷൻ ആണോ എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഞങ്ങളോട് ഡയറക്ടർ അഹമ്മദൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണമെന്നുള്ളത്. 1ന്റെ കണ്ടിന്യൂഷൻ അല്ല, ഒരു ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കണ്ടിന്യൂഷൻ ആണ്, പക്ഷെ ഒരു ഡിഫറെന്റ് സ്റ്റോറി, ഡിഫറെന്റ് അപ്രോച്ചും ആണ്. നവാസിക നേരത്തെ എന്റെ ആൻസർ പറഞ്ഞില്ല. ഡിഫറെന്റ്. അതെ അതെ, കറക്റ്റ് കിട്ടി. അടുത്തത് കുറച്ച് ടഫായിരിക്കും എല്ലാവർക്കും. ഫേവറേറ്റ് കോ സ്റ്റാർ? ഇതിനകത്തിലെ മാത്രം പറയാനുള്ള. ആ, ഒരാളെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന്, അത് ഫൺ രീതിയിൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേവറേറ്റ് ആയിട്ടുള്ള. ഓ, അടിപൊളി. ഏതാ? ഇല്ല, ഒരാളെ പറയാൻ പറ്റൂ. അവിടെ അല്ലേ നമ്മൾ ആ ഒരു ഫണ്ട് ഇരിക്കുന്ന ഗെയിമില്. അല്ല, ലാൽ സാറ് പറഞ്ഞല്ലോ. നമ്മള്
സഞ്ജു ആരായിരിക്കും? നവാസ്. അയ്യോ, ആരും ഇല്ല, ഞാൻ ഇതില് എനിക്ക് ഇവരെല്ലാവരും അറിയാമെങ്കിൽ ഞാൻ അർജുനെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അർജുന്റെ വർക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അർജുൻ, പക്ഷെ എനിക്ക് പറയാൻ അർജുൻ ഇന്റർവ്യൂസ് ഞാൻ കാണുമായിരുന്നു. വൺ റോ ഹിയർ ആൻഡ് നൗ കൊടുത്ത് ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അർജുനോട് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതില് അല്ല, അർജുന്റെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അർജുന്റെ വർക്ക് ചെയ്തതിൽ ഓൾസോ ആർസൻ ഞങ്ങൾക്ക് കുറെ നാളായിട്ട് അറിയാവുന്നതാണ്. ഫസ്റ്റിന്റെ ഓൾമോസ്റ്റ് ബാക്ക് എൻഡിൽ ആർസൻ ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് സമയത്തൊക്കെ ആർസൻ ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ ആർസിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പ്രൊജക്റ്റിൽ നൂറിന്റെ ഹസ്ബൻഡ് ഫാഹിമാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സീനിൽ ഞാൻ ആദ്യമായിട്ട് ഷോട്ട് വെക്കും എന്റെ കൂടെ അഭിനയിക്കുന്ന ഫാഹിമാണ്. സോ അപ്പം കുറെ നാൾക്ക് ശേഷം നൂറിനുമായിട്ടും വെബ് സീരീസ് ചെയ്തു. സോ ഏറ്റവും നവാസിക്ക, കാരണം ഫസ്റ്റിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി അയ്യോ, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരാളെന്നാലും അയ്യോ, അല്ല സീരിയസ്ലി എനിക്ക് ഇതൊരു ന്യൂ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര നല്ല ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവര് മാത്രമല്ല, ആക്ച്വലി സെറ്റിലുള്ള ADs-നുള്ള ഒരാളാണ്. എനിക്ക് ADs ആയിട്ട് നല്ലൊരു കമ്പനി. ആമദിന്റെ ക്രൂ ഭയങ്കരമായിട്ട് നല്ലൊരു ഗ്രൂപ്പ് ഓഫ്, എല്ലാ പടത്തിലും അവരല്ലേ ക്രൂ മൊത്തം എല്ലാ പടത്തിലും സെയിം ആയിരുന്നു. സോ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സെറ്റില് ഫണ്ണായിരുന്നു. സോ എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അർജുൻ, കാരണം എന്റെ സീൻസ് എല്ലാം അർജുന്റെ കൂടെയാണ്. അപ്പൊ ഒബ്വിയസ്ലി ഇതിൽ അർജുൻ എനിക്ക് ഫേവറേറ്റ് കോ സ്റ്റാർ. ചുമ്മാ പറയുന്നല്ല, നവാസ് ജി. അല്ല, നവാസ് ജി ആണ് ഇങ്ങനെ ഫണ്ണൊക്കെ അടിച്ച് ഭയങ്കര സീനിയറാണ്. പുള്ളി +2 പഠിക്കുന്ന ഒരു മോനുണ്ട്. ഇവിടെ പറഞ്ഞല്ലേ വെബ് സീരീസ് ആയിട്ട് വന്നില്ലാത്ത കാര്യം പറഞ്ഞു. ആ ഒരു റെസ്പെക്ടിന്റെ പുറത്തങ്ങ് പറഞ്ഞു പോയതാണ്. താങ്ക് യു. സീനിയർ ആണെന്ന് ഉദ്ദേശിച്ച ഏത് ഫാക്ടറിലെ സീനിയർ ആണെന്ന് ഉദ്ദേശിച്ചത്? അല്ല, അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന മോൻ ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്ര എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളി. അത് ശരിക്കും പുള്ളിയോട് അഭിനയിക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്, ഭയങ്കര അടിപൊളിയാണ്. പുള്ളി എപ്പോൾ ആ സീൻ അടിച്ചോണ്ട് പോകും നമുക്ക് പറയാൻ പറ്റില്ല. പുള്ളി ഹൈജാക്കി പുള്ളിയുടെ സീൻ ആണെങ്കിൽ പുള്ളി ഹൈജാക്കി നമ്മൾ നോക്കി നിൽക്കണം. പുള്ളിക്ക് കൊടുക്കാതെ അല്ലേ? മറ്റേ അത് പറഞ്ഞായിരുന്നല്ലേ? അല്ല, അതെ അതെ അല്ലല്ല, പക്ഷെ അത് ഭയങ്കര നവാസിക്ക നല്ലത് പറയുന്ന ഒരു സീനാ. വേണ്ട നവാസിക്ക മറ്റേ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് മറ്റേ ക്രൈം ഫയൽസ് 1 ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീപ്പിന്റെ അകത്തൊരു സീക്വൻസ് ഉണ്ട്. അപ്പം ജീപ്പിന്റെ മറ്റേ ഡോറ് മറ്റേ ഷോട്ട് കഴിഞ്ഞിട്ട് ക്യാമറ അപ്പുറത്തോട്ട് മാറുന്ന സമയത്ത് എന്റെ നവാസിക്കയുടെ ഷോട്ട് എടുത്തു കഴിഞ്ഞു. ഇനി എന്റെ ഷോട്ട്. അപ്പൊ നവാസിക്ക എനിക്ക് സാക്ഷ്യം തരാം, പക്ഷേ ADs ആരെങ്കിലും നിന്ന് പറഞ്ഞാലും മതി. അപ്പോഴേക്കും ഞാൻ നവാസിക്കയോട് നവാസിക്ക നിന്നാൽ നല്ലതായിരിക്കും, നമുക്ക് നല്ലൊരു ഔട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഡോറ് വന്ന് അടഞ്ഞു. ജീപ്പിന്റെ ഡോർ അറിയാലോ, ഭയങ്കര കട്ടിയ, മുപ്പറ കാല് മുറിഞ്ഞ്. അപ്പം മറ്റേ ഇത് ചോര വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ശ്രദ്ധിച്ച് എനിക്ക് ചടപ്പ് നമസ്കാരം പൊക്കോളാൻ പറഞ്ഞിട്ട് പുള്ളി അതും വെച്ചോണ്ടിരുന്ന് എനിക്ക് അതിന് ടേക്ക് ആയിരുന്നു മൊത്തം സാക്ഷൻ. അതൊന്നുമല്ല, ഒരു 3 ടേക്ക് പോയി അതൊരു മൊത്തം പുള്ളി, കാരണം ഒരു വലിയ ടേക്ക് ആയിരുന്നു. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. താങ്ക് യു നവാസ്. നീ വലിയവനാണ്. അല്ല, പറഞ്ഞിട്ടില്ല, ഞാനാ വിട്ടു കേട്ടോ. ഞാൻ ശ്രദ്ധ മൊത്തം അഭിനയത്തിനാണോ? അന്ന് വീട്ടിലേക്ക് വിളിച്ചു. അല്ല, എന്നിട്ട് കാലം എന്നിട്ട് എന്ത് ചെയ്തു? രക്തം പോയി. പക്ഷെ നമുക്ക് അഭിനയത്തിനോടുള്ള അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. നല്ല മുറിവായിരുന്നു. ഓക്കെ, അപ്പം അടുത്തത് ഡയറക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു വേർഡ്.
ഡയറക്ടർ അഹമ്മദ് കബീറിനെ പറ്റി ഒറ്റ വാക്ക്. ലെജൻഡാണ്. ഒരു ക്ലാരിറ്റി ആക്ടേഴ്സിനെ വർക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മളൊക്കെ ഒരു പരിപാടിക്ക് വിളിക്കുന്നത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അത് കാരണം അതിൽ ഒരിക്കലും നമ്മളൊരു മോശമായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യത്തില്ല എന്നുള്ളത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. സോ ക്ലാരിറ്റി. ബ്രില്യൻറ്റ്. ബ്രില്യൻറ്റ് ഡയറക്ടർ ആണല്ലോ. യെസ്. ഒരു കമാൻഡിങ്. അമ്മത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. മീൻസ് ഷൗട്ട് ചെയ്യില്ല, സ്ട്രിക്റ്റ് അല്ല, പക്ഷെ എല്ലാവരും ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യും. സോ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പക്ഷേ കമാൻഡിങ്. എനിക്കും ഓൾമോസ്റ്റ് ലൈക്ക് നല്ല കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാൾ. കാരണം അഹമ്മദ് ഖാൻ ഫസ്റ്റ് ജൂൺ ആയിക്കോട്ടെ, മധുരം, KGF 1, 2 ഇതിലെല്ലാം എല്ലാ ടെക്നിക്കൽ ടീം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പോൾ ക്യാമറ ആയിക്കോട്ടെ, വളരെ 1-2 പേരും ഇപ്പോൾ അഭിനയിക്കുന്നവർ ഉൾപ്പെടെ സഞ്ജു ഒക്കെ ജൂൺ തൊട്ട് അഹമ്മദ് ഖായുടെ കൂടെ ഉള്ളായിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാവരും അഹമ്മദ് ഖാൻ എപ്പോഴും ആ ഒരു നല്ലൊരു മനസ്സിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുള്ളൂ. അപ്പോൾ അത് പുള്ളിക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും നാൾ പുള്ളിയുടെ ഒപ്പം എല്ലാവരും പുള്ളിയുടെ എല്ലാ പ്രോജക്ട്സിലും കൂടെ ഉള്ളത്. സോ നല്ലൊരു മനസ്സിന് ഉടമയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഒന്നും ചോദിച്ചില്ല. അത് ലെജൻഡ് ആദ്യം പറയാൻ. ഞാൻ അല്ലാതെ പറയാം, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒന്നാമത്തെ കാര്യം, പുള്ളി ഒരു ടേക്ക് വേണമെങ്കിൽ പുള്ളി നമ്മുടെ അടുത്ത് വന്ന് മൈക്കിലല്ല പറയാം, നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ അടുത്താ പറയുന്നത് എന്താ വേണ്ടത്. അത് 25 ടേക്ക് ആണെങ്കിൽ പുള്ളി വന്ന് പറയും. മൈക്ക് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഒരാളല്ല. ഇപ്പൊ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവും. 20 ടേക്ക് എടുത്തില്ല കേട്ടോ, ഞാൻ ബാക്കി കണ്ടിട്ടാ. അങ്ങനത്തെ ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും അഹമ്മദ് കബീറിനെ പറ്റി ചോദിച്ചതുകൊണ്ട് ലാൽ സാറിനെ പറ്റിയും മഞ്ജുവേട്ടനെ പറ്റിയും കൂടെ ചോദിക്കാം. അവരെ പറ്റി 1 വേർഡ്. പിന്നെ ലെജൻഡ്. വീണ്ടും ലെജൻഡ്. എല്ലാവരും സെയിം അല്ല? അല്ല, ഞാൻ ഇതിൽ അവരുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അവിടെ എനിക്ക് ഇതിന് പുറമെ എനിക്ക് അറിയാവുള്ളൂ. അജു ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഈ പടത്തിൽ നമുക്ക് വേറെ പടങ്ങളും വിളിച്ചിട്ട് പറയും. ചില ഡയറക്ടർമാരെ വിളിക്കുമ്പോൾ നിങ്ങൾ പറയും നവാസെ നമ്മളെ പടത്തിൽ ഒരു ചാൻസ് ഉണ്ട്, അങ്ങനെ പറയും അജു പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ അജു നമ്മളെ നല്ല ഹെൽപ്പ് ചെയ്യും. കുറെ സീൻസിൽ ഞാൻ ചിലപ്പോ ഡയലോഗില് തെറ്റി വരുമ്പോ പുള്ളി അങ്ങനെ നോർമലായിട്ട് റീടേക്ക്. പിന്നെ ഭയങ്കര ലാൽ സാറ് എൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോവാട്ടോ ലാൽ സാറോട്. അപ്പോൾ നവാസ് ഷൂട്ട് കഴിഞ്ഞോ? ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞു, ഇനി പോകാൻ 1 മിനിറ്റ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ നമ്മളെ അഹമ്മദിനെ സ്റ്റാൻസിനെ കുറിച്ച് കേരളത്തിലേക്ക് നവാസിന് ഷൂട്ട് കഴിഞ്ഞു. ആ കഴിഞ്ഞാണ് അവനെ പറഞ്ഞു വിട്ടിട്ട് അവൻ്റെ സീന് കുറച്ചുകൂടി കൂട്ടണം. ഉള്ളതാ സാറ് പറഞ്ഞു, ലാൽ സാർ ഡയറക്ടറോട് പറഞ്ഞു നവാസിന് സീന് കുറച്ചുകൂടി കൂട്ട് ഓനെ വിടല്ലേ. അതെനിക്കൊരു ഓസ്കാർ കിട്ടിയൊരു ഇതാണ്. അപ്പോൾ അഹമ്മദിനെ വിളിച്ച് നവാസ് സാറിന് പറയുന്നുണ്ട്, പക്ഷേ നമ്മളിതിൽ ഒരു ഇതുണ്ടല്ലോ സീൻ അങ്ങനെ കൂട്ടാണെന്നെങ്കിൽ ഇത് മൊത്തത്തിലുള്ള ഒരു ഇതല്ലേ. അപ്പോൾ നമ്മൾ അത് കുഴപ്പമില്ല, സാറ് നമ്മൾ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടിയൊരു കാര്യമാണ് ഈ ഫീൽഡിൽ. ഓക്കെ അല്ലേ? ഭയങ്കര അപ്രീഷിയേറ്റിംഗ് ആണ്. ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ ഒരു ഷോട്ട് നമുക്ക് ഭയങ്കര നെർവസ് ആയിരിക്കില്ല. ഇവര് കുറച്ചുകൂടെ സീനിയർ ആക്ടേഴ്സ് ആണ്. അപ്പൊ ഒരു ഷോട്ട് നല്ലതാണെങ്കിൽ അച്ഛൻ അടുത്ത ഷോട്ട് നിൽക്കുന്നതിന് മുന്നേ തിരിഞ്ഞിട്ട് എന്നോട്, ഞാൻ ബാക്കിലായിരുന്നു, ഒരാളെ നേരത്തെ ഷോട്ട് നീ ചെയ്തത് നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ബെറ്റർ ആക്കാം, കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ ഭയങ്കര അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന മെസ്സേജ് അയച്ചവർ അപ്രീഷിയേറ്റ് അതെ ഫസ്റ്റ് ആയിട്ട് ഞങ്ങളെല്ലാം പുള്ളിയുടെ ഫീഡിലുണ്ടായിരുന്നു. പുള്ളി ഞങ്ങളെല്ലാം പറ്റി ഇൻഡിവിജ്വൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് വെബ് സീരീസിലെ നമ്മളൊരു വീട്ടിൽ പോയി അന്വേഷണം, രാത്രി 1 മണിക്ക് ആ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ പോയിട്ട് ഡോറ് മുട്ടും, അവിടെ നിന്ന് ഒരാൾ ഡോറ് തുറക്കും. അപ്പോൾ മൂപ്പർ സജഷന് നമ്മളെ കാണിക്കും, നമ്മൾ 5 പോലീസുകാരെ. അപ്പോൾ അങ്ങനെ ഷോട്ട് വെച്ച് ആക്ഷൻ പറഞ്ഞ് കട്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും മോണിറ്ററിൽ പോയി നോക്കുക. ആ സീൻ മാത്രമേ നമ്മൾ മുഖം കാണിക്കുന്ന സീൻ മാത്രമേ ഉള്ളൂ. മോണിറ്ററിൽ പോയി നോക്കുമ്പോൾ അജു നോക്കിയിട്ട് നവാസ് അവിടെ ഇതിൽ, നവാസ് നമ്മളെ കൂടെ ഉള്ള ആളല്ലേ, നവാസ് ഇതിൽ വേണ്ട, ഞാനുണ്ട് ഈ റിഡോണിനെ കാണാനായിട്ടാ. ഇത് ഒറിജിനൽ നടന്ന സെറ്റിലാണ്. പക്ഷേ അപ്പോൾ അഹമ്മദ് 1 മിനിറ്റ് അജുവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ അത് നവാസ് ഉണ്ടായിരുന്നു. ആണോ പോയി നോക്കുമ്പോൾ ഞാൻ ഉണ്ട്. പക്ഷേ ഭയങ്കര ഇതാ, എൻ്റെ ടീഷർട്ട് ഒരു ബ്രൗൺ ടീഷർട്ട് എന്നെ കാണുന്നില്ല. പക്ഷേ മൂപ്പരെ കുറ്റം പറഞ്ഞ കാര്യം ഞാൻ നോക്കുമ്പോൾ എന്നെ കാണുന്നില്ല. അപ്പോൾ അജു നവാസ് കേട്ടോ ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ മൂപ്പര്, ഞാൻ അതിലാ സന്തോഷം കണ്ടെത്തി. ഓക്കെ അല്ലേ? ഇത് നാസിക്കയുടെ തന്നെയാണ് കേട്ടോ. ഒരു കുറച്ച് ടീഷർട്ട് ഉള്ളതിൽ പുള്ളി സെലക്ട് ചെയ്ത ടീഷർട്ടാണ്. പുള്ളി അത് ഇട്ടോണ്ട് വന്നിട്ട് നമ്മൾ കാട്ടിൽ റബ്ബർ തോട്ടത്തില് ഷൂട്ട് ചെയ്യുന്നത്.
പുള്ളി അങ്ങനെ മാറിയതാണ്. ആ നിങ്ങളല്ലേ ഏറ്റവും പുറകെ കൂടി നിന്നത്. എന്റെ നൃത്യത എന്നിട്ട് ആ സീൻ റീഷൂട്ട് പോയോ? റീഷൂട്ട് പോയി, കുറച്ചുകൂടി വെളിച്ചം വെച്ചിട്ട് റീഷൂട്ട് പോയി. ഇതിൽ അയച്ചേണ്ട ഭയങ്കര പെർഫോമൻസ് ഉണ്ട് ഇതില്. KCF 1 പോലെ തന്നെ KCF 2 ഭയങ്കര അതിഗംഭീരമായ പെർഫോമൻസ് ഉണ്ട്. ഇത് കാണിച്ചു. ഓക്കെ, ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ ക്യാരക്ടറിൽ നിന്നും ഒരു ഫാക്ടർ എടുക്കാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? ഇതിലെ ക്യാരക്ടർ ഇതിലെ ക്യാരക്ടറില് നന്മ. അതെല്ലാം ആദ്യം സഞ്ജു പറയുന്നു. പറഞ്ഞോ. അല്ല, ഞാൻ ലെജൻഡ് എല്ലാം തുടങ്ങി വിട്ടത്. ഭയങ്കര കമ്പോസ്റ്റ് ആണെന്ന് തോന്നി. ഒറ്റ വാക്കില പറയണ്ടത്. ഒറ്റ വാക്കില്ല. ഒരു സാധനം, അതായത് ആ ക്യാരക്ടറിന്റെ ഒരു സാധനം മാത്രം ഇങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത്. ഇതിപ്പോ പറഞ്ഞില്ലേ നന്മ, ആ ക്യാരക്ടറിലെ നന്മ, അപ്പൊ അതില്ലാന്നാണോ? ഞാൻ ആക്ച്വലി ഓൾറെഡി എടുത്തു യൂണിഫോം. എന്റെ ഫസ്റ്റ് ഇതാ പോലീസ് റോൾ. അപ്പൊ ഞാൻ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് യൂണിഫോം എടുത്തു. അവർക്കറിയാമോ അത്? അത് അവർക്കറിയാം. അപ്പൊ യൂണിഫോം എടുത്തു. ഓക്കെ, ഏതാ? ഞാൻ പാസ് പറഞ്ഞു അവിടുന്ന് തിരിച്ചു വരട്ടെ. അപ്പൊ ഇനിയും ഒരു വാക്കിൽ ഏതാ? ഫ്രണ്ട്ലി ആണോ കമ്പോസ്റ്റ് ആണോ? ലോക്ക് ചെയ്യാലോ. ഓക്കെ, നല്ലൊരു നല്ല ഞാൻ അണ്ടർസ്റ്റാൻഡിങ് ആണ് റിയൽ ലൈഫിലും. പക്ഷെ എങ്കിലും കുറച്ചും കൂടി ഇതിൽ സ്റ്റെഫിയെ പോലെ ഭർത്താവിനെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. റിയൽ ലൈഫിൽ അങ്ങനെ റിയൽ ലൈഫിലാണ്, പക്ഷെ കുറച്ചധികം വേണമെങ്കിൽ ശ്രമിക്കാം. ഇവിടെ നിന്ന് വേണേൽ എടുക്കാം. ഇനി സഞ്ജു മെച്യൂരിറ്റി. നേരത്തെ മെച്യൂരിറ്റി പറഞ്ഞു. യൂണിഫോം എടുത്തില്ലേ ഇപ്പൊ? പക്ഷെ നോബിളിന്റെ ക്യാരക്ടർ എന്നത് പുള്ളി ആക്ച്വലി സ്പോർട്സ് കോട്ട് എന്ന് പറഞ്ഞത്. സോ അത്രയും ഇൻവെസ്റ്റിഗേഷനായിട്ട് അത്രയും താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നാലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഫുൾ മൈൻഡോട്ട് ചെയ്യുന്ന ആളാണ്. സോ മേ ബി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് വിത്ത് ഫുൾ ഡെഡിക്കേഷൻ, അതാണ് ഒരു നല്ലൊരു. അതുപോലെ വേണം എന്നുണ്ടല്ലോ. ഇല്ല. നിങ്ങൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് മലയാളമേ? ആരെ വിളിക്കുന്നത്? അല്ല, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ് മുത്ത എന്നുള്ള വേർഡാണോ? അപ്പൊ എല്ലാരെയും കോമൺലി വിളിക്കുന്നത് മുത്ത. ഓക്കെ, ബ്രോ ആക്ച്വലി ഒരു ഇംഗ്ലീഷ് ഇപ്പൊ കോമൺ അല്ല. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ എല്ലാവരും ഇപ്പൊ യൂസ് ചെയ്യാറുള്ള ലൈക്ക്, പ്ലീസ്, അങ്ങനത്തെ ഒക്കെ. മലയാളം അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? ഒരുപാട് സന്തോഷം. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഓക്കെ, ഞാന് ഒരു വാക്കെന്നല്ല, ഞാൻ എൻ്റെ സ്ഥലം കൊല്ലമാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഈ കണക്കെന്ന് ഇങ്ങനെ പറയും. ഈ പോലെക്ക് പകരം അത് കണക്ക്, ഇത് കണക്ക്. അപ്പോൾ എനിക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ ആ ഒരു സാധനം പെട്ടെന്ന് കയറുമ്പോൾ കുറെ ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ ഇതേ കണക്കാണ്, അതേ കണക്കൊക്കെയാണ്. എപ്പോഴും ആ കണക്കൊരു സാധനം എൻ്റെ വായിൽ വരും. അങ്ങനെ വേറെ അങ്ങനെ വേർഡ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇത് ഞാനിവിടെ സംസാരിക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. ഞാൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ആ കണക്ക് വിട്ടുപോകും. ഇല്ല, നമ്മൾ അറിയാവുന്ന ഇടയിൽ ഇങ്ങനെ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഈ കണക്കുന്നൊരു സാധനം കയറി വരാറുണ്ട്. ഇത് തന്നെ നോട്ട് ചെയ്താണോ അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ. ഓക്കെ, ഇവർ രണ്ടുപേരും പറയാനുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ കുറെ ഭാഷ ഡെയിലി സംസാരിക്കുന്നതാണ്. സോ എനിക്ക് ആക്ച്വലി മലയാളത്തില് പെർട്ടിക്കുലർലി യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു വാക്കില്ല. തമിഴും മലയാളം ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം എല്ലാ ലാംഗ്വേജും വിളിക്കട്ടെ. സഞ്ജുന്റെ അടിപൊളി. എപ്പോഴും അടിപൊളി ഞാൻ യൂസ് ചെയ്യും. കോൺഷ്യസ് ആയിട്ട് തട്ടുന്നു. തട്ടിയില്ല ഇപ്പൊ? അല്ല, നവാസിക്ക ഇങ്ങനെ തട്ടും.
ഓക്കെ, അടുത്തത് നിങ്ങളുടെ ഡ്രീം റോളിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു വേർഡ്. ഡ്രീം റോൾ അങ്ങനെ റോളില്ല, കുറെ റോൾസ്. ലവ് സ്റ്റോറി കിട്ടിയ അല്ലേ, കുറെ സീരിയസ് റോൾസ് ആയി. ഇനി ലവ് സ്റ്റോറി വേണം അല്ലേ? അല്ല, ഇത് KCF ആയിട്ട് ഫസ്റ്റ് ടൈം ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ്. ഫസ്റ്റ് ടൈം അല്ല, മീൻസ് ഈ കുറെ ഈ വില്ലൻ റോൾസ് വന്നുകൊണ്ടിരുന്ന. സോ അതിന് ബ്രേക്ക് ചെയ്ത് ഇപ്പോ ഒരു പോസിറ്റീവ് ക്യാരക്ടർ കിട്ടിയിരുന്നു. സോ പുള്ളി കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടൊരു കുറെ ഡ്രീം റോൾ അല്ലേ? യെസ്. ആ ശരി, നവാസിക കൂടുതലും കാണുന്നതും അങ്ങനത്തെ മറ്റേ എനിക്ക് psycho പടങ്ങൾ. അല്ല പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളതാ, പുള്ളിയെ കണ്ട ഭയങ്കര ഫീൽ ഗുഡ് പടങ്ങൾ കാണുന്നില്ല. പുള്ളി അതൊന്നും അല്ല കാണുന്നത്, പുള്ളി കാണുന്നത് സൈക്കോ ത്രില്ലർ കൂടുതലും. അങ്ങനത്തെ സിനിമകളുടെ ഭാഗമാവാൻ താല്പര്യമല്ലേ? കുരുതിയിൽ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അർജുൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി പോസിറ്റീവ് ക്യാരക്ടർ എനിക്കങ്ങനെ ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. അങ്ങനത്തെ ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനത്തെ. പിന്നെ ഭയങ്കര നെഗറ്റീവ് അങ്ങനെ. സോ രണ്ട് ഫീൽ ഗുഡും ഉണ്ട്, എക്സ്ട്രീം ഫീൽ ഗുഡും എക്സ്ട്രീം നെഗറ്റീവും. എല്ലാ റോള് ചെയ്യാനുള്ള ഇതുണ്ട്. ഓക്കെ. അല്ല, എനിക്കങ്ങനെ ഒരു റോൾ എന്ന് പറയാൻ പറ്റില്ല. നമുക്കെല്ലാം നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന കാണുമ്പോൾ ഷോ അവൾ അടിപൊളിയായി ചെയ്തു, എനിക്ക് അങ്ങനെ പറയുന്ന എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ, അങ്ങനെ ഒന്നൊന്നും പറയാൻ പറ്റൂല. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഔട്ടാവും. അല്ല അങ്ങനെയല്ല, ശരിക്കും അങ്ങനെ ഒരു ഡ്രീം റോളൊന്നുമില്ല. നമ്മൾ സൂപ്പറായിട്ടൊന്നും പറയാൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ. ഇപ്പൊ ഒരു സെക്കൻഡ് സീരിയസ് ആണ് കാര്യം പറയാം. വർക്ക് കിട്ടണം, ബാക്കിയൊക്കെ അങ്ങോട്ട് വന്നോളൂ. അല്ല, നൂറൻ പറഞ്ഞു. അല്ല, ഞാനീ പറഞ്ഞ ഈ ഇപ്പം ആർസം പറഞ്ഞ ഒരു ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും ആളുകൾ അത് പിന്നീട് വന്ന് നമ്മളടുത്ത് പറയാ നിങ്ങൾ അടിപൊളിയായി ചെയ്തായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്ത് കിട്ടിയാലും ചെയ്യാന്നുള്ളതായിരിക്കും ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അതിപ്പം നെഗറ്റീവ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, എന്ത് ചെയ്താലും കിടിലായിരുന്നു ഈ ഓർത്തിരിക്കുമല്ലോ, അത് കിട്ടാന്ന് പറയുന്നതാണ്. യെസ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് തീരാറായി. ഓക്കെ, അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ഈ ഇന്റർവ്യൂവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ഇന്റർവ്യൂവിന് പേരൊന്നുമില്ല. അത് ഞാൻ ഇങ്ങനത്തെ ഗെയിം ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്, 1 വേർഡിലുള്ളത്. ഇന്റർവ്യൂ ഫണ്ണായിരുന്നു. ഓക്കെ, ഗുഡ് പറഞ്ഞോ. അടിപൊളി. യൂസ് ചെയ്യുന്ന വേണം. ഓക്കെ, അപ്പം എന്നാലും അടിപൊളി. ഞാനും കോമൺലി യൂസ് ചെയ്യുന്ന വേർഡ് കേട്ടോ, അടിപൊളി. സെയിം ടു യു. കേരള ക്രൈം ഫയൽ സീസൺ 2 ഉടനെ വരുന്നതാണ്. അപ്പം എന്തായാലും സീസൺ 1 പോലെ തന്നെ വലിയൊരു വിജയമാവട്ടെ എന്ന് തന്നെ ഞാൻ വിഷ് ചെയ്തു. ആഗ്രഹിക്കുന്ന എല്ലാവരും കാണുക. യെസ്, ഉറപ്പായിട്ടും. അപ്പം വെബ് സീരീസ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ കാണാം. യെസ്, അപ്പം എനിക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടറിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും. ഇതിപ്പോൾ അറിയില്ലല്ലോ എന്താ ക്യാരക്ടർ, എന്താ അതിൽ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം കണ്ടിട്ട് അടിപൊളിയായിട്ട് ഒന്നും കൂടെ സംസാരിക്കാം. അപ്പം ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.